മുല്ലപ്പെരിയാറിനായി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് ഷാജി പി ജോസ്. മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ കൂടിയായിരുന്നു ഇദ്ദേഹം. മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാകുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് സമരസമിതിയുടെ ലക്ഷ്യമെന്ന് ഷാജി പി ജോസ് പറഞ്ഞു. ചപ്പാത്തിൽ നിന്ന് സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡാമുമായി ബന്ധപ്പെട്ട സമരചരിത്രം പരിശോധിച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ചപ്പാത്ത് പ്രദേശത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം, ചരിത്ര പ്രാധാന്യം തന്നെ ഉണ്ട് എന്ന് പറയാം. കാരണം ഈ 2006 ഒരു റിലേ സത്യാഗ്രഹ സമരം ആരംഭിക്കുമ്പോൾ അതിന് വേദിയായത് ഇവിടെയാണ്. അതിനുശേഷം നീണ്ട 2017 വരെ ആ ഒരു സമരപന്തലിൽ സജീവമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാനും 2018 പ്രളയകാലത്താണ് ഈ ഒരു സമരപന്തൽ തകരുന്നതും താൽക്കാലികമായി ഈ ഒരു സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കുന്നതും. നിലവിൽ ഇപ്പോൾ മഴ കനക്കുന്ന സാഹചര്യം, ഡാം അത്രത്തോളം വർഷങ്ങൾ നീളുന്നു. ഡാമിന്റെ ആ ഒരു നിലവിലെ അവസ്ഥ എന്ത് നടക്കുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു അവ്യക്തത ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും മുല്ലപ്പെരിയാർ സമരം ശക്തമാകുന്ന അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ സമരം വീണ്ടും സജീവമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അന്ന് മുതൽ, അതായത് 2006 മുതൽ ഈ സമര രംഗത്തുള്ള ഷാജി പി ജോൺ എന്ന് പറയുന്ന ഈ സമരസമിതിയുടെ ആയിരുന്ന ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. തീരദേശവാസിയാണ്. അത്രത്തോളം ആശങ്ക ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. ഏതു തരത്തിലാണ് ഈ ഒരു സമരത്തിലേക്ക് ആ കാലഘട്ടത്തിൽ എത്തിയത്? മുല്ലപ്പെരിയാർ സമരസമിതി രൂപീകരിക്കുന്നത് 2006 ഫെബ്രുവരിയിൽ മാസം ഒരു വിധി വരുന്നു. 36 നിന്നും 42 ആക്കാണ്. അങ്ങനെ ഉപ്പുതറ ബേസ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജോയി എച്ച്ന്റെ നേതൃത്വത്തില് കരോൾ പ്ലാസ എന്ന സ്ഥലത്ത് വിളിച്ചു കൂട്ടിയ അതാണ്ട് 56 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ നിന്നാണ് മുല്ലപ്പെരിയാർ സമരത്തിന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ 2-3 വട്ടം ചെറിയ പ്രത്യക്ഷ സമരങ്ങളൊക്കെ നടത്തി സ്ഥിര സമരപന്തൽ കെട്ടി ചപ്പാത്ത് ബേസ് ചെയ്തുകൊണ്ട് 2006 ഡിസംബർ 25 മുതലാണ് സമരം ആരംഭിച്ചത്. അത് റിലേയിൽ ആരംഭിച്ച് അനിശ്ചിതകാല നിരാഹാരത്തിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യം വന്നു, കോടതി വിധി വരുന്നത് വരെ. അതിനുശേഷം 18 മഹാപ്രളയത്തിൽ ഈ പന്തൽ തകർന്നതോടുകൂടി പ്രത്യക്ഷ സമരങ്ങളെല്ലാം അവസാനിച്ചു. മാത്രമല്ല, ജനങ്ങൾക്കുള്ളിലെ ഒരു ആശങ്കയ്ക്ക് അപ്പുറം ജനങ്ങൾക്ക് ഇതിനോടൊരു എതിർപ്പ് വരുന്ന ഒരു സാഹചര്യം വന്നു. കാരണം മാനസികമായി അവരെ തകർക്കപ്പെട്ടു. കാരണം നീതി പീഠങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫെഡറൽ സംവിധാനങ്ങളും ഗവൺമെന്റുകളും ഒക്കെ കൈയൊഴിയുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായപ്പോൾ എന്തായാലും നമ്മൾ മരിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു തോന്നൽ അവരിലേക്ക് എത്തി. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്ന ആൾക്കാർക്കെതിരെ അവർക്കൊരു പ്രതിഷേധം പോലെ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരെന്ന നിലയിൽ കോടതി വരാന്തകളിൽ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിക്കാരനായി ഇപ്പോഴും ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ 2018 ഈ ഒരു സമരത്തിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിയുന്നു. അതിനുശേഷം മറ്റ് തരത്തിലുള്ള സമരസമിതിയുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വീണ്ടും നിലവിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വീണ്ടും ഒരു സമരത്തിന്റെ ആരംഭം, അതിന്റെ ഒരു സാഹചര്യം എന്താണ്? ഇന്നിപ്പോൾ ചപ്പാത്തിൽ നടക്കുന്ന സമരം മുല്ലപ്പെരിയാർ സമരസമിതി നടത്തുന്ന സമരമല്ല. മുല്ലപ്പെരിയാർ സമരസമിതി ഇനി ഒരു പന്തൽ കെട്ടിയോ ഒരു സ്റ്റേജ് ഇട്ടോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിനും ഇതുവരെ ആഗ്രഹിക്കുന്നുമില്ല. കാരണം കോടതി വിധി വ്യാഖ്യാനത്തിൽ 5-അംഗ ബെഞ്ച് വിധിച്ച വിധിക്ക് അപ്പുറം ആ ബെഞ്ചിന്റെ ഡയറക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ കോടതികൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാൻ പറ്റുന്ന ഒരു സമ്മർദ്ദ ശക്തിയായി നിൽക്കുക എന്നതിനപ്പുറം ഒരു പ്രക്ഷോഭത്തിനൊന്നും മുല്ലപ്പെരിയാർ സമരസമിതി ആഗ്രഹിക്കുന്നില്ല. പ്രക്ഷോഭങ്ങൾ ഒരിക്കലും ഗുണം ചെയ്തില്ല എന്ന് സമരസമിതിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം സമരസമിതി തികച്ചും ഗാന്ധിയൻ മാർഗത്തിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയപ്പോഴും കലാപം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് സമരത്തെ തിരിച്ചുവിടുവാൻ ചില ഭാഗ്യശക്തികൾ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ഇടപെടലുകൾ ഇനിയും ഉണ്ടാകും. പക്ഷെ അവരോടെല്ലാം എനിക്ക് പറയുവാനുള്ളത്, അതിന് ശ്രമിക്കുന്നവർ ആരായാലും നിങ്ങൾ ദയവ് ചെയ്ത് അത്തരത്തിലുള്ള ആ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകണം. വ്യക്തിപരമായി ഞങ്ങളെ ഒരുപാട് ആരോപണത്തിൽ വിധേയരാക്കിയിട്ടുണ്ട്. കള്ളന്മാരെന്ന് വിളിക്കുകയും ഞങ്ങളെ കല്ലെറിഞ്ഞ് ഓടിക്കുകയും ചെയ്ത ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അവരോടൊക്കെ എനിക്കൊരു വിരോധമില്ല. അവരോടെല്ലാം എനിക്ക് സന്തോഷമേ ഉള്ളൂ, കടപ്പാടേ ഉള്ളൂ. കാരണം അവർ കാണിച്ച ആ ഒരു പ്രതിരോധമാണ് വീണ്ടും ഇത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായി എനിക്ക് കിട്ടിയത്. ഈ മുല്ലപ്പെരിയാർ സമരവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നിൽക്കുന്ന ഒരു വ്യക്തി, അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു 2006 തൊട്ട് 2018 കാലത്തിൽ ഒത്തിരിയേറെ അധിക്ഷേപങ്ങൾ, അതായത് പല രീതിയിലുള്ള അധിക്ഷേപങ്ങൾ കേൾക്കേണ്ട വന്നിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ ആര് പറഞ്ഞെന്ന് അറിയത്തില്ല. ഇവിടെ നിന്നോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കണ്ടതാണ്. നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ മുല്ലപ്പെരിയാർ സമരസമിതി നേതാക്കൾക്കെതിരെ ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു. പക്ഷേ ഇന്റലിജൻസിനുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനത്തെ ഒരു പരാതി ഒന്നും ഞങ്ങൾക്കെതിരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ വിഷയത്തിൽ സുതാര്യമാണ്. മുല്ലപ്പെരിയാർ സമരസമിതി തുടക്കം മുതൽ അവസാനം വരെ തുറന്ന പുസ്തകമാണ്. ആർക്കും അതെടുത്ത് വായിക്കാം. അന്ന് തുടങ്ങിയ 56 പേര് ഇന്നും അതിന്റെ ഭാഗമായി ഉണ്ട്. കൂടി നിന്ന ആൾക്കാര് മാറി നിന്ന് കല്ലെറിയുന്നതിനപ്പുറം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് എറിയുന്നത് എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ആ ഒരു പുതിയ ഡാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നിലവിൽ സമരസമിതിക്കുന്നത്. തീർച്ചയായും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കർണാടകത്തിൽ ഉണ്ടായിരിക്കുന്ന ഡാം തകർച്ച അത് വല്ലാതെ ജനങ്ങളിലേക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, വയനാട് ദുരന്തമാണ് മുല്ലപ്പെരിയാർ ചർച്ച ചെയ്തത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ കർണാടകത്തിലുണ്ടായ ഡാം തകർച്ചയും
അത് സുർക്കി മിശ്രിതത്തിൽ പണിതു. കാലപ്പഴക്കം എത്തുന്നതിന് മുമ്പേ തകർന്നു എന്ന് പറയുമ്പോൾ കാലപ്പഴക്കത്തെ അതിജീവിച്ച് നിൽക്കുന്ന മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം, പ്രത്യേകിച്ച് മാറി മാറി വരുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനവും പ്രത്യേക സൈക്ലോണുകളും ജനങ്ങളെ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് 18 മുതൽ ഇങ്ങോട്ട്, പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഈ തീരദേശത്ത് കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു മാറ്റം. എപ്പോൾ മഴ വരും, മഴ വന്നാൽ നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ഒരു വെള്ളപ്പൊക്കം സെക്കൻഡ് കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് ജനങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു സമരവുമായി മുമ്പോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ സമരസമിതി വീണ്ടും ഈ ഒരു ആവശ്യവുമായി രംഗത്തെത്തുമ്പോൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി പുതിയ ഡാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഈ സമരത്തിനുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ചപ്പാത്തിൽ നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി.